ഒരു കാര്യം പറയാനാ. എന്തോ നോക്ക്. എന്തോടി ടാക്സോ? 9 ലക്ഷം രൂപയോ? ഞെട്ടുന്ന എന്തിനാ? എന്താ അടയ്ക്കാഞ്ഞേ? ഇത് അടയ്ക്കാൻ എൻ്റെ എവിടുന്ന പൈസ? ചേട്ടനല്ലേ ബിസിനസ് നടത്തുന്നേ? ബിസിനസ് നടത്തുന്ന ഞാനാന്ന് പറഞ്ഞ് കമ്പനി മൊത്തം അമ്മയുടെ പേരിലല്ലേ. എന്നാ പിന്നെ അമ്മയോട് പറയണോ അടയ്ക്കാൻ? അമ്മയോട് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അമ്മയുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന അച്ഛനാ. പൈസ മൊത്തം എടുത്ത് ചിലവാക്കുന്നത് അച്ഛനാ. അപ്പൊ ചേട്ടനൊന്നും കിട്ടത്തില്ലേ? കിട്ടിയെന്ന് പറയാം. വർഷങ്ങൾ കൊണ്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരും, അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ അച്ഛനോടൊന്നും പറയാതെ അടച്ചു തീർക്കാൻ. എനിക്ക് അമ്മയ്ക്ക് പ്രശ്നമാണ്. എനിക്ക് വയ്യ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ? കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ? അമ്മയ്ക്ക് പ്രശ്നമാവുന്നേ. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറയാൻ എനിക്ക് പറയണ്ട, ഞാൻ സംസാരിക്കാം. ഇതാ വേണ്ട, ഞാൻ പറയാം നടക്ക്. ഇതിപ്പോ എന്തുവാ? ടാക്സ് എമൗണ്ട് 9 ലക്ഷം രൂപ അടയ്ക്കണം. ഈ ടാക്സ് അടയ്ക്കാൻ എൻ്റെ എവിടെ വെച്ചാൽ പൈസ ഇപ്പോൾ? അത് ശരിയാണല്ലോ. അവൻ്റെ എവിടെ നിന്ന് ചേട്ടാ പൈസ? ബിസിനസ് നോക്കുന്നത് നീ ഇല്ലയോ? അപ്പോൾ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം അവനില്ലയോ? ബിസിനസ് നോക്കുന്ന അവനാണെങ്കിലും പൈസ മൊത്തം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ലേ ചേട്ടാ? ഈ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാലേ ഞാൻ എൻ്റെ പോക്കറ്റിൽ കൊണ്ട് വെക്കുമല്ല. ഈ വീട് പണിതു, പുതിയൊരു കാറ് മേടിക്കണം, ഇതിൻ്റെ കല്യാണം നടത്തി, നിനക്ക് എവിടുന്നാ പൈസ? അത് അവൻ അധ്വാനിക്കുന്ന പൈസയല്ലേ. അത് എൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നത് മൊത്തം കൈകാര്യം ചെയ്യുന്ന നിങ്ങളല്ലേ. എത്ര രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനിയിപ്പം? അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? എനിക്കറിയാം, ഒരു 75 ലക്ഷം രൂപയെങ്കിലും കാണും. ഉണ്ടായിരിക്കേ ചേട്ടാ, നിങ്ങൾ അതിൽ നിന്ന് ഒരു 9 ലക്ഷം രൂപ അവന് കൊടുക്കുക. അല്ലെങ്കിൽ എനിക്കാ പ്രശ്നം വരുന്നതെന്ന്. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയാൽ മതി, മനസ്സിലായോ? സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ എൻ്റെ പൈസ ഇല്ല, പിന്നെ എങ്ങനെ? എടാ, ജീവിതമാകുമ്പോൾ പിന്നെ പല കഷ്ടപ്പാടും വരും. ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതൊന്നും. എൻ്റെ സ്വർണ്ണം ഉള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരെണ്ണം സ്റ്റാർട്ടപ്പ് തുടങ്ങട്ടെ, ചേട്ടൻ്റേതായിട്ടുള്ള രീതിക്ക്. അതാകുമ്പോൾ അമ്മയുടെ ബ്രാൻഡിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ. ആ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. ഒരു കാര്യം ചെയ്യും, പുതിയ സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. ഇപ്പോൾ ഉള്ള കമ്പനിയല്ലേ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അത് നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അവൻ്റെ പേരിലായി കൊടുക്കാം, നീ നടത്തിക്കോ. അപ്പോൾ ഈ ടാക്സോ? എടാ, കമ്പനി നിൻ്റെ പേരിലായില്ലയോ, അപ്പോൾ ടാക്സ് ഒക്കെ അടച്ചേരേ. മോൻ വിഷമിക്കണ്ട, ടാക്സ് അടയ്ക്കാനുള്ള പൈസ അച്ഛൻ തരും. ഞാൻ കൊടുക്കത്തില്ല, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നീ ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് അടയ്ക്കണം, മനസ്സിലായോ? അതിന് ബിസിനസ് ചെയ്യാൻ പൈസ വേണ്ട ചേട്ടാ. അധ്വാനിക്കട്ടെ, ചെറുപ്പമല്ലയോ പിള്ളേര്. നേരെ കൊണ്ട് മോൻ വിഷമിക്കണ്ട, അമ്മയുടെ സ്വർണം തരാം. തുടങ്ങാല്ലേ? തുടങ്ങാം. പക്ഷെ നിങ്ങൾ തന്തയാണ്ട് പറയില്ല, നല്ല പണി വെച്ചിട്ടാണ് കേട്ടോ പോയേക്കുന്നത്. അച്ഛൻ ഞാനൊന്ന് പറയുന്ന അച്ഛൻ ആദ്യമേ ഒന്ന് കേട്ടെ. അത് ഞാൻ പറഞ്ഞ ഈ കേക്ക് ഇപ്പം തൽക്കാലം എങ്ങോട്ടും പോകണ്ട. അച്ഛാ, അതുകൊണ്ടല്ല, അവർ വൈകുന്നേരം ആകുമ്പോൾ കൊച്ചിക്ക് പോകും. അവർ രാവിലെ ചെല്ലാനാ പറഞ്ഞത്. എനിക്ക് ആ കൊട്ടേഷൻ എടുത്ത് കൊടുക്കണം അവർക്ക്. എടാ, നീ പകരം വേറെ ആരും വിടണം, നീ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ പോകണ്ടേ? അച്ഛൻ തന്നെ അല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കാര്യം പറയുന്ന കേക്ക്, ആദ്യം മനസ്സിലാക്കി പറയുന്നത്. സോളാർ സെറ്റ് ചെയ്യാൻ ആൾ വരും, ഇവിടെ ഒരാൾ വേണം. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല വർക്കാണ്. ഞാനത് പോയി ചെയ്ത് കൊടുക്കട്ടെ. അത് ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവരിപ്പോൾ ആൾക്കാർ വരും, സെറ്റ് ചെയ്യാൻ ആൾ വരും. അവർ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ലിസ്റ്റ് സാധനം മേടിച്ചു കൊടുത്തിട്ട് നീ പൊയ്ക്കോ. അത് ശരിയാവത്തില്ല അച്ഛാ. എനിക്ക് കരയോഗത്തിന്റെ മീറ്റിംഗ് ഉണ്ട്, പറയുന്നത് മനസ്സിലാക്ക്. കഴിഞ്ഞിട്ട് പോയാൽ മതി, മനസ്സിലായോ? നീ ഇവന്മാർ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ? കുറെ കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ സമയം ഒരുപാടായ ഞാൻ അവിടെ ഈ കിണർ ഇറക്കണമല്ലോ, അതിന് എങ്ങനെ? ആ കേശവനോട് പറ. അച്ഛാ, അമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച വർക്ക് എനിക്ക് കിട്ടിയമ്മേ. ഏത് വർക്ക്? ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ഒരു ഗൾഫ് ടീമിൻ്റെ വർക്ക്. അവരുടെ കല്യാണം, റിസപ്ഷൻ, പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിലാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. മുനെ എത്ര കിട്ടൂടെ ലാഭം? 20 ലക്ഷം രൂപയുടെ. 20 ലക്ഷമോ? ആ, 20 ലക്ഷം അച്ഛാ. ഒരു വർക്കിനോ? ആ, ഒരു വർക്കിന്. പിന്നെ ഞാൻ ടാക്സി ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ, 9 ലക്ഷം രൂപ. ഇതാന്ന വലിയ കാര്യം. 20 ലക്ഷമൊക്കെ എനിക്കും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ വളക്കടയിൽ പോയിട്ടേ ആ വളം ഇങ്ങ് എടുത്തുകൊണ്ട് വാ. ആ റബ്ബറിനൊക്കെ നിടണം. അയ്യോ, എനിക്ക് പറ്റത്തില്ല. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ നിൽക്കുന്നു. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം. കാരണം മറ്റന്നാൾ കല്യാണമോ. ആളൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ചെയ്ത് തന്നിട്ട് പോ. നീ പൊക്കോ ചേട്ടാ, നമുക്ക് കേശവനെ വിളിച്ച് ജയിപ്പിച്ചൂടെ? നീ പൊക്കോ. നീ ഒരുത്തിയായി ഇവനെ വഷളാക്കുന്നത്. പറഞ്ഞില്ലെന്ന് വേണ്ട.
നിങ്ങൾക്ക് എന്തുവാ ചേട്ടാ? നിങ്ങൾക്ക് എന്തുവാ? അത് നിങ്ങളുടെ മോനല്ലേ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആ ചെറുക്കനെ ആദ്യമായിട്ട് ലാഭം കിട്ടിയ കാര്യം നിങ്ങളോടല്ലേ വന്ന് പറയുന്നത്? അതിനാണോ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് വിടുന്നത്? എന്തോന്ന് വർക്ക്? ഈ പറഞ്ഞ കാശ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, അറിയാലോ. നിങ്ങൾ ഇത് കൂടുതലൊന്നും പറയണ്ട. വേണ്ടേ, ഒരാളൊരു സന്തോഷം പറയാൻ വരും, അതിൻ്റെ മനസ്സോട് കൂടി അനുഗ്രഹിച്ച് വിടുക, അല്ലാതെ അവനെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ എന്നാ പഠിക്കുന്നത്? അയ്യോ, വലിയൊരു മോൻ വന്നേക്കുന്നു. എടി, ഇത്രയും കാലം ബിസിനസ് ചെയ്തു, ഈ വീടിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ സ്വയമായിട്ട്? ഉണ്ടോ? നിനക്കൊരു സാരി ഇല്ലല്ലോ, എനിക്കൊരു മുട്ടുസൂചി മേടിച്ചു തന്നിട്ടില്ലല്ലോ. വലിയ പുണ്യാളം കളിക്കുന്നു. എടി, മക്കളെന്ന് പറഞ്ഞാലേ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് നിൽക്കണം, അത് അറിഞ്ഞു നിൽക്കണം, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. വലിയൊരു മോൻ വന്നേക്കുന്നു, അതിന് സപ്പോർട്ട് തള്ളേ. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? അച്ഛൻ ഇങ്ങോട്ട് വാച്ചാ. എന്തുപടി? അച്ഛൻ വാ. എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോത്തുള്ളൂ. അല്ല വന്നോ? എന്തോ പുതിയ കാറ്? നീ വണ്ടി വാങ്ങിച്ചു മോനെ? ഒരു വണ്ടി മേടിച്ചു. കാശിന്റെ അഹങ്കാരല്ലോ, എന്താ പറയാനാ? നീ സ്വന്തമായിട്ട് വണ്ടി മേടിച്ചത് ഞാനിപ്പോൾ എന്തോ വേണം? ഞാൻ സ്വന്തമായിട്ട് മേടിച്ചതല്ല, ഞാൻ അച്ഛൻ്റെ പേര് അച്ഛന് വേണ്ടി ഒരു വണ്ടി മേടിച്ചു. എനിക്കോ? ആ, പുതിയ കാറോ? പുതിയ കാർ. എങ്ങനെ ഉണ്ടമ്മേ? നല്ലതാ മക്കളെ. കൊള്ളാം, നല്ല വണ്ടി, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച വണ്ടി തന്നെ. അവനെ നമ്മുടെ മോനാ. അതെ. അച്ഛൻ്റെ അമ്മയുടെ ഹാപ്പിനെസ് ഉണ്ടോ? താക്കോൽ. കൊള്ളടാ, എനിക്കിപ്പോൾ തോന്നിയല്ലോ, സന്തോഷമായി. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടെ അമ്പലത്തിൽ ഇരുന്ന് പോയിട്ട് വരാം. ഞാൻ ഓടിക്കാൻ വണ്ടി റെഡിയാവോ? നല്ലൊരു കാണണ്ടായോ വണ്ടി എടുത്ത കാര്യം? അതെ, ആ ചെറുക്കനെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നത് ഇപ്പൊ തോന്നില്ലേ? പറഞ്ഞത് നന്നാവാൻ വേണ്ടിയാ. ഇപ്പൊ തോന്നിയത് കണ്ടോ? ഇപ്പോഴാ ശരിക്കും ഒരു മോനായത്. അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹം അറിഞ്ഞു കണ്ടു നിന്ന മോൻ. അത് അവന് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. പോയി റെഡിയാവോ? പോ, പെട്ടെന്ന് പോ. ഓടിച്ചു നോക്ക്. ആ, ആയതവനാടാ ഇത്? ആരാടായത്? ആരാത്? ആ, നീയോ? എന്താടാ ഓണൊക്കെ അടിച്ചോണ്ട്? കണ്ടോടാ പുതിയ കാറ്. നീ കാറ് വാങ്ങിച്ചോ? ഞാൻ മേടിച്ചതാ, എൻ്റെ മോൻ മേടിച്ച് തന്നാടാ എനിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാടാ, കൊള്ളാം കൊള്ളാം. ഇറങ്ങി നോക്കടാ ഇങ്ങോട്ട്. നല്ല ചിമിട്ടൻ വണ്ടിയാണല്ലോടാ. പിന്നല്ലാതെ. കൊള്ളാം കൊള്ളാം. എന്റെ മോൻ എന്റെ പേരിലെടുത്തുന്ന വണ്ടി അറിയോ? എന്റെ പേരില്. നോക്കട്ടെ. അടുത്തെന്തുവാ? എടാ, നിന്റെ മോൻ ഇത്രയും കാലമായിട്ട് ഒരു വണ്ടി മേടിച്ചു തരണം നിനക്ക്. അവനൊരു സ്കൂട്ടർ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിന്റെ മോന് എന്റെ മോനും തമ്മിൽ വ്യത്യാസം, മനസ്സിലായില്ലയോ? ഇനി ഞാൻ കാറിലൊന്ന് ബലസും, മനസ്സിലായോ? നീ സ്കൂട്ടറിൽ പോയി വെള്ളം അടിച്ച് നടന്നോ, ഞാൻ കാറിനകത്ത് പോയി വെള്ളം അടിക്കും. നമുക്കൊന്നൊരു കാര്യം ചെയ്താലോ? ഇതിൽ പോയ വെച്ച് 290 അടിച്ചിട്ട് വന്നാലോ? ആ, പുളുത്തി കിടക്കുന്നു 90 അടിക്കാനായിട്ട്. വാങ്ങിച്ചോ? അതെ, എന്റെ പിള്ളേരെ എന്നെ നോക്കി നിൽക്കുക അമ്പലത്തിൽ പോകാൻ വേണ്ടി. അവരെ കൊണ്ടുപോയിട്ടേ പോയിട്ടോ വൈകിട്ട് കൊണ്ടുപോവാ. മറക്കരുത്. ആ, കൊണ്ടുപോവാ. പെണ്ണുമ്പിള്ള കൂടെ പോയിട്ട് പേടിപ്പിച്ചല്ലയോ? പുള്ളിച്ചാണി പോ, വലിക്കത്തേ ഉള്ളൂ. ഒരുത്തന്മാരുടെ അർദ്ധരാത്രി കുട പിടിക്കാൻ മാറി. എന്തൊരു യാത്രയാ. ഇതാണ് വണ്ടി. വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി. എന്തോ സുഖം ഓടിക്കാൻ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ ഈ വണ്ടി പുരാണം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അവിടുന്ന് വരുന്നിടം വരെ കേട്ടോണ്ടിരിക്കുവാ. ചുറുക്കൻ ഒരു വണ്ടി വാങ്ങിച്ചു തന്നെന്ന് വെച്ചിപ്പോ എന്ത് കാണിക്കുന്നേ? നല്ല രസമാണ് ശബ്ദം കേൾക്കാൻ തന്നെ. ഇത്രയും കാലം വണ്ടി ഓടിച്ചു, എനിക്ക് മനസ്സിനാണെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. പറക്കൂല്ലോ റോക്കറ്റ് പോലെ. എന്റെ ചെറുക്കൻ എനിക്ക് മേടിച്ച വണ്ടി അടിയത് ഞാൻ ഒന്നുകൂടെ ഓടിച്ചിട്ട് വരട്ടെ 2 റൗണ്ട്. ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കും മനുഷ്യ. നിങ്ങൾക്ക് അച്ഛാ, ഇതോടാ എൻ്റെ 2 ക്ലയൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്.
എനിക്ക് വെളിലോട്ട് പോകാൻ സമയമില്ല. അച്ഛൻ എന്തെങ്കിലും ചിപ്സോ മിച്ചറോ എന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് വരാമോ? ഞാൻ പോയിട്ട് വരാം. വണ്ടി കിടക്കുമില്ലയോ? വണ്ടി വരും എന്തിനാ? ഓടിക്കാനില്ലയോ? ആ കളിക്ക് കൊണ്ടുപോവാ. അതെ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരായോ? ഇല്ലില്ല, ഒരാവശ്യം പറഞ്ഞാൽ നമ്മളിപ്പം തന്നെ പോകണം. കൊച്ചു പിള്ളേരുടെ കൂട്ടാ മനുഷ്യൻ കിടന്ന് കാണിക്കുന്നേ. ഈ കളിപ്പാട്ട് ഏതാണ്ട് വാങ്ങിച്ചു കൊടുത്ത പോലെ. ഞാൻ കൊണ്ടിരിക്കട്ടെ. അച്ഛാ, ആ അച്ഛൻ മൊബൈൽ കൊണ്ടുപോയില്ലായിരുന്നോ? ഇല്ല. അച്ഛാ, അവരന്ന് ചായ കുടിക്കത്തില്ല. അച്ഛാ, അവർക്ക് കൊക്കക്കോളയോ പെപ്സിയോ വല്ലതും ഒന്ന് മേടിച്ചോണ്ട് വരാമോ? അയ്യോ, നീ പറഞ്ഞില്ലല്ലോ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. ഒന്ന് പോയിട്ട് വരാം അച്ഛാ. ഞാൻ പോയിട്ട് വരാം. വണ്ടി കിടക്കുമില്ലയോ? എന്നാ ചിപ്സ് പിടി. അച്ഛൻ പോയിട്ട് വരാം. എടി ചെന്താമരേ, 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 എന്തോ നിങ്ങൾക്ക് വണ്ടി ഓട്ടോമാറ്റിക്കാ. ഏ വണ്ടി ഓട്ടോമാറ്റിക്കാ. അതിന് ഞാനെന്തോ വേണം? കുതിരപ്പുറത്തിരിക്കും പോലെ തോന്നും വണ്ടി ഇരിക്കുമ്പോൾ. പക്ഷെ കുതിര കഴുതി ഓടിക്കാന്നാ തോന്നിയത് എനിക്ക്. സീറ്റൊക്കെ എന്തോ ഒരു സ്ഥലമാണെന്നറിയാവോ? ഇത് ഊണ് കഴിക്കാൻ പറ്റും വണ്ടിക്കകത്ത്. ഞാൻ പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് ചോറെടുത്തൊന്ന് ഊണ് കഴിക്കും. ഓ, ഡിക്കി സ്പേസ് ഒക്കെ കണ്ടാൽ കൊതി വരും. ഞാൻ ഡിക്കിക്കകത്ത് കയറി ഇരിക്കും. ഈ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? ഉണ്ട്, നല്ല സുഖമുണ്ട്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് സീറ്റ് വന്നിരിക്കും, അപ്പോൾ അതിനേക്കാളും സുഖം കാണും. നാളെ കോയമ്പത്തൂർ ഒന്ന് പോയാലോ? അല്ലാതെ നിങ്ങളുടെ അമ്മൂമ്മ പെറ്റി കിടക്കുന്നു. അല്ലടി, 22 ഹെയർ പിന്നുണ്ട്. നമുക്കിങ്ങനെ വളഞ്ഞ് 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 പോവാം. എന്നിട്ട് കൊക്കയിലോട്ട് വീഴാം. നടുവിനെ കംപ്രഷനുള്ള കാര്യം മറന്നുപോയോ? ചെറുപ്പക്കാരനല്ല തുള്ളിച്ചാടി നടക്കാന്. നിന്നെ കിടത്തി ഞാൻ കൊണ്ടുപോകും വണ്ടിക്കകത്ത്. ആ, ആംബുലൻസ് വീഴാതിരുന്നാ മതി. ഞാൻ അവസാനം എന്തൊരു എന്താ എന്റെ കൊച്ചു കിടക്കുന്ന ഇവിടെ. അപ്പുറത്തെ മുറി കിടക്കുന്ന ആരാ? അതെന്റെ മോൻ. ആ, നന്നായി. എന്റെ വണ്ടി എടുത്തന്ന മോൻ. അയ്യോ, അവൻ എന്റെ മോനടി. ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ. ആ ചെറുക്കനെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ? രണ്ടും അംഗീകരിക്കുമായിരുന്നു, പക്ഷെ തുറന്നു പറയത്തില്ലായിരുന്നു. ഓ, ഇല്ലായിരുന്നു, പറയത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു വണ്ടി കിട്ടിയപ്പോൾ ഇവൻ ഏത് നിമിഷമാണോ ഈ കിണ്ടി എടുത്തു കൊടുക്കാൻ തോന്നുന്നത്? എനിക്ക് നീ എപ്പം തുടങ്ങിയതാ മനുഷ്യ? നിങ്ങളൊന്ന് ഉറങ്ങാൻ സമ്മതിക്കന്നെ. മോനൊരു കാര്യം ചെയ്, അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നോ, അതാണ് നല്ലത്. അമ്മ ചിലപ്പോൾ ഉരുണ്ട് ഇങ്ങോട്ട് വീഴും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി, കൈ തരിക്കുന്ന വണ്ടി ഓടിക്കാൻ. ഞാനേ വണ്ടി കഴുകിയിടട്ടെ. എന്ത് മനുഷ്യൻ നിങ്ങൾക്ക് ഈ 2 മണിക്ക്? 2:30 ആയുള്ളൂ. ഇപ്പം വരാം. ആ സോപ്പൊക്കെ ഒന്ന് എടുത്ത് എവിടെ പറഞ്ഞ് ഞാനിപ്പോൾ വരാം. കഴുകിയിട്ടേ വരാം. എന്തുവാ ഇത്? ഇപ്പൊ കൊണ്ടുപോയി നടത്തി കൊണ്ടുപോവാ. എവിടെ പോകും മോളെ? ആ അച്ഛാ, പാഡ് വാങ്ങിക്കണമായിരുന്നു. മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോവാ. നടന്നു പോകാനോ? ആ, വണ്ടി എന്തിനാ മേടിച്ചിട്ടേക്കുന്നത്? അയ്യോ, എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല അച്ഛാ. അച്ഛൻ്റെ വണ്ടി ഉണ്ടല്ലോ, അച്ഛൻ പൊക്കോളാം. അച്ഛൻ പോവോ? അച്ഛൻ ദേ പോയി. എത്ര എണ്ണം വേണം? 1 പാക്കറ്റ് മതി. 150 എണ്ണം മേടിക്കും. ആവശ്യം വരത്തില്ലയോ? അച്ഛാ, അച്ഛാ, ആ അച്ഛാ, നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. അച്ഛൻ നാളെ ഒരു കല്യാണോട്ടം പോവോ? ഞാനോ? ഒന്നുമില്ല, അവനെ ജസ്റ്റ് ഒന്ന് ഓഡിറ്റോറിയം വരെ കൊണ്ടുപോകണം. തിരിച്ച് പെണ്ണിനെ ചെറുക്കനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. കുറച്ച് നേരം റിസപ്ഷൻ വന്നിക്കണം. എന്നിട്ട് അച്ഛന് തിരിച്ചെങ്കിൽ പോരാം വൈകുന്നേരം. ഞാനോ? ആ, വണ്ടി കിടക്കുമല്ലയോ അച്ഛാ? 4 പേര് കാണുകയും ചെയ്യുമല്ലോ. ഒരു ഓട്ടം പോച്ചാ. ഞാൻ എന്നാൽ വിളിച്ച് പറയട്ടെ? ആ ശരി. 4 പേര് കാണുന്നില്ലയോ? പോവാം. ചോറിയോ? അച്ഛാ, അച്ചോ, അച്ഛാ, 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 എൻ്റെ കൂട്ടുകാരൻ ശശീന്ദ്രകുമാർ ഇല്ലേ, കുമാരേട്ടൻ്റെ മോനെ? ഏതിലെ മൂക്കില്ലാത്തവനാ? ആ,
അവൻ അന്നേ ബാറി അടി ഉണ്ടാക്കിയിട്ട് തലയെല്ലാം കൂടെ പൊട്ടി അവിടെ കിടക്കുന്ന അച്ഛൻ പോയി ഒന്ന് വിളിച്ചോണ്ട് വരൂ. ഞാൻ പോകാനോ? അച്ഛൻ ഇപ്പോൾ വണ്ടി ഉണ്ടല്ലോ അച്ഛൻ, അച്ഛനൊന്ന് പോയി വിളിച്ചോണ്ട് വെച്ചാൽ അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കൂട്ടുകാരെല്ലാം എന്നെ അവിടെ പിടിച്ച് നിർത്തും. ബാറി പോണോ ഞാൻ? ആ അച്ഛൻ ഒന്ന് പോയിട്ടോ അച്ഛാ. ആ വണ്ടിയുണ്ട്, അച്ഛൻ പോ. ബാറിലുള്ളമാരെ വണ്ടി കണ്ടിട്ടില്ല. ശരിയാ അച്ഛൻ പോട്ടെ. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. എടാ വണ്ടി എടുത്തിട്ട് 1 മാസമാകുന്നു. നീ അന്ന് വീട്ടിൽ വന്ന് എന്നെ ആശിപ്പിച്ചിട്ട് പോയതാ, ബാറി കൊണ്ടുപോയി കള്ള് മേടിച്ചു തരാമെന്ന്. അത് മാത്രമല്ല കാണുന്ന വഴിയിലെല്ലാം നിന്ന് ഞാൻ കയ്യും കാണിച്ചിട്ടുണ്ട്. നീ വണ്ടി നിർത്തിയിട്ടില്ല, എന്തുവാടാ നീ? നിർത്തത്തില്ല. ആ വണ്ടി കയറാനുള്ള യോഗ്യത നിനക്കില്ല. എന്താ? അതെൻ്റെ വണ്ടിയാ. നീ ദരിദ്രൻ, ഞാൻ സമ്പന്നൻ, കാറുള്ളവൻ. ആരാ? കൃഷ്ണകുമാറിൻ്റെ വീടല്ലേ ഇതാ. ഒരു പുതിയ കാറ് മേടിച്ച്. കാറ് പുള്ളി കിടപ്പുണ്ട്. ആ ഈ മാസം EMI അടഞ്ഞിട്ടില്ല കേട്ടോ. സാറേ അത് വണ്ടി ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ എടുത്തേ. അപ്പോൾ ബാക്കി പൈസ EMI ആണ്, അടഞ്ഞിട്ടില്ല ഇതുവരെ. റെഡി ക്യാഷ് കൊടുത്ത കാറിന് EMI പോലും. എൻ്റെ കൂട്ടുകാരനെ ധനികനാ. ആ കാശ് കൊടുത്ത കാര്യം പിന്നെ അറിഞ്ഞു കാണത്തില്ല. അവനന്ന് അവധിയായിരിക്കും. നമുക്ക് അടിച്ചിട്ട് വരാം. സമാധാനപ്പെട്, അടിക്കുക. മോനെ വിളിച്ചും ചോദിക്കാം. കൃഷ്ണകുമാറേ, മോനെ. ആ അച്ഛാ. എടാ ഈ ചെറുക്കൻ പറയുന്നത് ബാങ്കിൻ്റെ AMI എന്നോ EMI എന്നൊക്കെയോ എന്തോന്ന്, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല അച്ഛൻ ഈ മാസത്തെ EMI അടച്ചില്ലായിരുന്നു? ഞാൻ അടയ്ക്കണോ? അച്ഛാ നമ്മൾ വണ്ടി ലോണിനാണ് എടുത്തത്. അപ്പോൾ ഈ ലോണിന് എടുക്കുമ്പോൾ നമ്മൾ ഓരോ മാസവും കമ്പനിക്ക് EMI അടയ്ക്കണം. എവിടെ നിന്നാണോ ലോൺ എടുത്തത് അവർക്ക്. അതെന്താ അച്ഛൻ അടയ്ക്കാഞ്ഞത്? അപ്പം മുഴുവൻ പൈസ കൊടുത്തല്ലയോ നീ മേടിച്ചത്? എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് അച്ഛൻ മുഴുവൻ പൈസ കൊടുത്തെടുക്കാൻ പൈസ? അച്ഛൻ എന്തോ ഈ പറയുന്നേ? 5000 രൂപ ഞാൻ അടച്ച്. 5000 രൂപ അടച്ച് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്പർ പ്ലേറ്റും വെച്ച് ഇവിടെ കൊണ്ടുവെക്കും. 0 ഡൗൺ പേയ്മെൻറ്റിലാണ് വണ്ടി കിട്ടുന്നത്. ശരി, അപ്പം 5000 രൂപ അടച്ചു. ഈ ബാക്കി എത്ര രൂപ അടയ്ക്കാനുണ്ട്? എന്തോ അമ്മേ, 10-15 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. 11 ലക്ഷം രൂപയോ? ആ ഞാൻ അടയ്ക്കണോ? അച്ഛൻ അടയ്ക്കണം, അല്ലാതെ ആരെ അടയ്ക്കണം? അച്ഛൻ്റെ പേരിലല്ലേ വണ്ടി, അച്ഛൻ്റെ പേരിലേ ലോൺ എടുത്തേക്കുന്നേ. അച്ഛൻ അടയ്ക്കും കേട്ടോ, പറഞ്ഞ് മനസ്സിലാക്കുക. എന്തോ പറ്റി? 11 ലക്ഷം രൂപ ഞാൻ അടയ്ക്കണമെന്ന്? അടയ്ക്കണം, അങ്ങോട്ട് അടയ്ക്ക്. അത് അവർ വണ്ടി എടുത്തുകൊണ്ട് പോകണോ? വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും. അതിനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ പൈസ അടയ്ക്കുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച 9 ലക്ഷം രൂപ ബാധ്യത, അതന്ന് അവനല്ലേ അടച്ചത് ടാക്സിൻ്റെ പേരിൽ. അതുകൊണ്ട് അവനിപ്പോൾ ഉണ്ടാക്കിയ 11 ലക്ഷം രൂപയുടെ ബാധ്യത അത് നിങ്ങൾ അങ്ങ് അടയ്ക്കുക. എന്തുമായാലും നിങ്ങൾക്ക് വണ്ടിക്ക് ആവശ്യം ഉണ്ടായിരുന്നല്ലോ, വാങ്ങിക്കാനും ഇരിക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഇങ്ങനെ അങ്ങ് അടച്ച് വാങ്ങിക്കുക. ഇതാകുമ്പോൾ നിങ്ങൾക്കും ഉപയോഗിക്കാം, അവനും ഉപയോഗിക്കാം. കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരത്തില്ലല്ലോ. അവൻ വാങ്ങിച്ചു തന്നൊന്നുമായി, നിങ്ങൾ പൈസ അടച്ചൊന്നുമായി. കൂടുതലൊന്നും ചിന്തിക്കണ്ട, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. തന്തയ്ക്കിട്ട് മോൻ പണിത പണി കണ്ടോ? ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. CSC കാർ കൊണ്ടുവന്നതിന് മുമ്പ് 2 അടിച്ചിട്ട് വന്നാലോ?